ഇന്നലെ രാത്രി ആനകൾ മേഞ്ഞു നടന്ന ആനക്കുളമാണ് അതിന്റെ രാവിലത്തെയുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതും കണ്ട് നേരെ അവിടെ നിന്ന് ആനക്കുളത്ത് തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടവും കണ്ട് അതിന്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ആനക്കുളത്തെ പ്രധാന മറ്റൊരു ടൂറിസ്റ്റ് പ്രദേശവും കണ്ട് അവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നേരെ മൂന്നാറിലെത്തി. അവിടെ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് അവരുടെ ബസ്സിലൊരു യാത്ര. ആ ബസ്സിലുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. വരയാടുകളൊക്കെ തന്നെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് ഇതാ ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ വെച്ചെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതാ ഈ കുളം നിറയെ ആനകളായിരുന്നു, കാട്ടാനകൾ. ചെറുതും വലുതുമായ അനേകം ആനകൾ ഇങ്ങനെ തിമിർത്ത് വെള്ളത്തിൽ ആർത്ത് കളിച്ച് രസിക്കുന്ന വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ശരിക്കും ഇന്നലെ ഞങ്ങൾ ആനക്കുളത്തായിരുന്നു സ്റ്റേ ചെയ്തത് ഒരു രാത്രിയിൽ. അപ്പോൾ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ആയിരുന്നു. പ്രത്യേകിച്ച് ഡിസംബർ 24 രാത്രിയിലാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തത്. ഇതായിരുന്നു ആ കാഴ്ച ആനക്കൂട്ടത്തിന്റെ. ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി രാവിലത്തെ ആനക്കുളത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ വന്നു. അപ്പൊ അതൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് നേരെ പോയാൽ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി രാവിലെ പോയതാണ്. അത് രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു കോടയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ക്ലൈമറ്റും ഒരു പ്രത്യേക വൈബും ആയിരുന്നു ബൈക്ക് ഓടിച്ച് അതിലേ പോകാനായിട്ട്. അതിമനോഹരമായ കാഴ്ചയാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തുള്ള ചെറിയ ഒരു കലങ്ങെന്ന് പറയാൻ സാധിക്കുകയില്ല. നല്ല വീതിയുണ്ട് റോഡിന്. അപ്പൊ അതിനടിയിൽ കൂടിയാണ് ആ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി വരുന്നതായി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഒരു പ്രത്യേക രസമുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാൻ സാധിക്കും. നല്ല തണുത്ത വെള്ളത്തിൽ നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. വലിയ ആഴമൊന്നും തന്നെ ഇല്ല. ശരിക്കും ഫാമിലിയൊക്കെയായിട്ട് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലാതെയൊക്കെ വരുവാണെങ്കിലോ ഇവിടെയോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോയാൽ അവിടെയും നമുക്ക് കുളിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ മാത്രം ആഴമുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലമാണ് ആനക്കുളത്തെ ഈ വ്യൂ പോയിന്റും ഈ വെള്ളച്ചാട്ടവും. അങ്ങനെ ഞങ്ങൾ മെല്ലെ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ കാണുന്ന ചെറിയ പുഴ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഒഴുകി വരുന്ന ആ സ്ഥലം ക്രോസ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് മെല്ലെ നടന്നു പോകണം. പോകുന്ന വഴിക്ക് ഇതാ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ചെറിയ ഏണി, മുള കൊണ്ടും തടി കൊണ്ടും ഉള്ളത്, അതൊക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ താഴേക്ക് ഇതാ ഏണി പോലെ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും തടി കൊണ്ട് തന്നെയാണ്. തടിയെന്ന് പറയാൻ കഴിയില്ല, മരക്കഷ്ണങ്ങൾ വെട്ടി സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ചവിട്ടി താഴേക്ക് ഇറങ്ങണം. സൂക്ഷിച്ച് ഇറങ്ങിയില്ല എങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമല്ല പാറയൊക്കെ സ്ലിപ്പറിയാണ്, നമ്മൾ ശ്രദ്ധിച്ച് ഇറങ്ങണം. അപ്പൊ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിന്റെ ഒന്നും പറയാനില്ല, അതിമനോഹരമാണ്. ഇച്ചിരി ദുർഘടം പിടിച്ച വഴികളിലൂടെ വന്ന് എങ്കിലും നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിലും എപ്പോഴും മനോഹരമായ കാഴ്ചകൾക്ക് ഒക്കെ തന്നെ അതിൻ്റെ പിന്നിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. റോസാപ്പൂവിൻ്റെ മുള്ളൊക്കെ പോലെ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കാഴ്ച കണ്ടോ, ഒന്നും പറയാനില്ല. 2-3 അരുവികളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്ന പോലുള്ളൊരു കാഴ്ച. ഒരു വെള്ളച്ചാട്ടമൊന്നും പറയാൻ സാധിക്കുകയില്ല. 1, 2, 3, 4 വെള്ളച്ചാട്ടങ്ങളെ നമുക്ക് ഒറ്റ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പരന്നൊഴുകി വരുന്ന നല്ല പാല് പോലെയുള്ള വെള്ളം, നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് പരന്ന് ഒഴുകുന്നുമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ റോഡിന്റെ ഭാഗത്തേക്കാണ് ഈ വെള്ളം ഒഴുകി എത്തുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തും. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ കുറച്ച് പ്രൈവസി ഉള്ള ഏരിയ ആണ്. കാരണം ചുറ്റും കാടാണ്, നടുക്ക് കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ. നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിൽ കളിക്കാൻ സാധിക്കും. കാരണം വെള്ളം വളരെ ആഴം കുറവാണ് അവിടെ. ഇത് നേരത്തെ കണ്ട റോഡിലുള്ള അതേ ഒഴുക്കിന്റെ ഒരു വ്യൂ ആണ് അത്. ഞങ്ങൾ അതുമൊക്കെ കണ്ട് അവിടുന്ന് നേരെ അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോഴാണ് വിശപ്പിന്റെ ഉൾവിളി ഉണ്ടായത്. നേരെ ഒരു കടയിൽ കയറി പ്രധാന ഭക്ഷണമായ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു ചായയും കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ മാങ്കുളത്തൂടെ പോകുമ്പോഴാണ് നമ്മളെ അതിമനോഹരമായ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നത്.
മനോഹരമായ ഒരു തൂക്കുപാലം ഒരു അരുവിക്ക് കുറുകെ ഉള്ളത്. ശരിക്കും നല്ല മനോഹരമായ കാഴ്ചയാണ് രാവിലത്തെ ആ തൂക്കുപാലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു കാഴ്ച. അവിടെ ശരിക്കും ഒന്ന് രണ്ട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. കാരണം എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്ന തിരക്കിലായതുകൊണ്ടായിരിക്കാം അധികം ടൂറിസ്റ്റുകളൊന്നും രാവിലെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ താഴത്തൂടെ ഒഴുകുന്ന അരുവിയുടെ കാഴ്ചയും തൂക്കുപാലത്തിൻ്റെ കാഴ്ചയൊക്കെ തന്നെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. തൂക്കുപാലത്തിന്റെ കാഴ്ചയെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇതാ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. വളരെ ദൂരത്തായിട്ട് ഇങ്ങനെ നേർത്തൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. വളരെ മനോഹരമാണ് അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ. അപ്പോൾ S23 അൾട്രയിൽ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്നും പറയാനില്ല, അതിമനോഹരമായിരുന്നു. അങ്ങനെ ശരിക്കും ഞങ്ങൾ ആ തൂക്കുപാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറൊരു വെള്ളച്ചാട്ടവും കണ്ടിരുന്നു. അവിടെ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ജീപ്പിൽ ഇങ്ങനെ ആളുകൾ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് എടുത്തെങ്കിലും ശരിക്കും ആളുകളുടെ കൂട്ടമായതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ നമ്മൾ മാങ്കുളത്ത് നിന്നും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കുള്ള റോഡിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ മുൻപ് പലതവണ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി റൂട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് തെക്കൻ കേരളത്തിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾ ഉറപ്പായിട്ട് മിസ്സാക്കുന്ന ഒരു റൂട്ടാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. ദൂരം കൂടുതൽ കാരണമാകാം. കാരണം നമുക്ക് എളുപ്പം പലപ്പോഴും ഈ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് പോകുന്നതാണ് എളുപ്പവും കുറച്ചും കൂടി കൺവീനിയൻറ്റും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇച്ചിരി ദൂരം കൂടുതലുണ്ട് എങ്കിലും ശരി, ഈ മാങ്കുളവും അതേപോലെ തന്നെ ആനക്കുളവും ഒക്കെ തന്നെ കണ്ടതായി ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. രാവിലെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നമ്മൾ പോകുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറിയ ഒരു കോടമഞ്ഞുമൊക്കെ ആസ്വദിച്ച് ബൈക്കിൽ ഇങ്ങനെ റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാനിനി ഏതൊക്കെ വാക്കുകളിൽ എത്ര രീതിയിൽ വർണ്ണിച്ചാലും ശരി നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനാവുകയില്ല. കാരണം നേരിട്ട് തന്നെ വന്ന് ഇതൊക്കെ തന്നെ അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഭംഗിയും സുഖമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും കാണാതെ നമ്മൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഇതൊക്കെ തന്നെ ഇതിങ്ങനെ സൃഷ്ടിച്ച് ഇതൊക്കെ ഇങ്ങനെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുവഴി ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടവും പച്ചപ്പും ആ ചെറിയ മഞ്ഞിൻ്റെ കുളിർമയും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ അതിലേ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ എസ്റ്റേറ്റിന്റെ റോഡുകളിലൂടെ കുറെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ തേയില ഫാക്ടറി നമുക്ക് റോഡ് സൈഡിൽ കാണാൻ സാധിക്കും. പോകുന്ന വഴിക്കൊക്കെ തന്നെ ഫാക്ടറി തൊഴിലാളികൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സെറ്റിൽമെന്റുകളും ക്വാർട്ടേഴ്സുകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒരു പ്രത്യേക കാഴ്ചയും അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ തേയില ഫാക്ടറി വളരെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള തേയില ഫാക്ടറി തന്നെയാണ് ലക്ഷ്മി എസ്റ്റേറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രയും ഏക്കറിലെ തേയില പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഫാക്ടറിയിലാണ്. അങ്ങനെ ആ ഫാക്ടറിയൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ സ്കൂളിന്റെ കാഴ്ചയാണ്. ആ സ്കൂളിന്റെ ഒക്കെ കാഴ്ച കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നമ്മൾ ഏതോ യൂറോപ്യൻ രാജ്യത്ത് എത്തിയ പോലുള്ള ഒരു അവസ്ഥയിലാണ്. ന്യൂസിലൻഡിലോ അതോടൊപ്പം തന്നെ ഇത്ര മനോഹരമായ കാഴ്ചകളുള്ള ഏതോ ഒരു വിദേശ രാജ്യത്ത് എത്തിയ ഒരു കാഴ്ച. കാരണം കന്നുകാലികൾ മെയ്യുന്ന പുൽ തിട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ നടുക്കൂടെ ഒഴുകുന്ന ചെറിയ അരുവി, ഒന്നും പറയാനുള്ള ഒരു പ്രത്യേക അനുഭവം നൽകുന്ന ഒരു ഏരിയ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി മെല്ലെ സൈഡാക്കി ആ പുൽത്തകിടയിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു.
ആ പുൽത്തകിടിയിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ വഴിയിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. അങ്ങനെ പോകുമ്പോൾ ഇതേ കണക്ക് 2 റെയിൽവേ പാളങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ പാലം. അതിന് താഴെ അത്യാവശ്യം നല്ല ആഴത്തിലാണ് ആ അരുവി ഒഴുകുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് പതിക്കും. വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ രണ്ടാളും ആ ചെറിയ പാലം വഴി അപ്പുറത്തേക്ക് കടന്നത്. ഇത് ശരിക്കും കന്നുകാലികളൊന്നും അപ്പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്തേക്കുന്നതാകാം. ഏതായാലും നമുക്ക് വളരെ കഷ്ടിച്ച് നടന്നു പോകുന്ന രീതിയിലാണ് ആ പാലം ഉള്ളത്. അപ്പൊ അത് കടന്ന് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ ഒരു അനുഭവം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. എങ്ങ് നോക്കിയാലും പച്ചപ്പും, അതോടൊപ്പം തന്നെ നല്ല ആകാശത്താണെങ്കിൽ നല്ല നീല നിറത്തിലും വെള്ള മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒന്നും പറയാനില്ല. അതോടൊപ്പം തന്നെ ചെറിയൊരു അരുവി ഇങ്ങനെ അതിലൂടെ ഒഴുകുന്ന ഒരു കാഴ്ച, മനോഹരമായ കാഴ്ചയാണ്. അങ്ങുങ്ങായിട്ട് ഇങ്ങനെ പശുക്കൾ മേഞ്ഞ് നടപ്പുണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു, മനോഹരമായ ആ കാഴ്ചകൾ കണ്ടു. എത്ര നേരം അങ്ങനെ അവിടെ ഇരുന്നു എന്നുള്ള അറിയില്ല. ഏതായാലും കുറെ അധികം നേരം ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു. യാത്രാ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് മെല്ലെ വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് നടന്നു. ആ പാലം കടക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പാലം ചെറുതായിട്ട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ നടന്ന് കയറി വീണ്ടും ഞങ്ങൾ ബൈക്ക് എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. ആനക്കുളത്ത് നിന്നും മൂന്നാറിലേക്ക് ഏകദേശം 33 കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ആസ്വദിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുക്കും. വരുന്ന വഴിക്കൊക്കെ തന്നെ ധാരാളം വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും അത് ഉൾപ്പെടുത്താഞ്ഞത്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് വന്നെത്തുക. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് മൂന്നാർ ടൗണിലേക്ക് എത്താം. ക്രിസ്മസിന്റെ അന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മൂന്നാറിൽ. അപ്പോൾ മൂന്നാറിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ അവസ്ഥ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബസ് കാത്ത് ഏകദേശം 1 മണിക്കൂർ കാത്തു നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബസ്സിൽ കയറാൻ സാധിച്ചത്. മുൻപ് പലപ്പോഴും ഇരവികുളം നാഷണൽ പാർക്ക് കയറാതെ ഒഴിവാക്കി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തിരക്ക് തന്നെയാണ്. നമ്മൾ തോന്നിയ നേരം കാത്തു നിന്നാൽ മാത്രമാണ് നമുക്ക് ബസ്സിൽ കയറാൻ സാധിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും മൂന്നാർ വിസിറ്റ് ചെയ്യുക ഇത്തരം പബ്ലിക് ഹോളിഡേയ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. അവധി ദിവസം അല്ലാതെ വർക്കിംഗ് ഡേയ്സിൽ വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വളരെ ഫ്രീ ആയിട്ട് തിരക്ക് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. 1978 97 ചതുരശ്ര കിലോമീറ്ററിലായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പ്രധാനമായിട്ടും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാം എല്ലാം കേട്ടിട്ടുള്ള നീലക്കുറിഞ്ഞി തന്നെയാണ്. രണ്ടാമത്തേത് വരയാടും. തീർച്ചയായിട്ടും വരയാടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത്. നീലക്കുറിഞ്ഞി ഇവിടുത്തെ ഒരു സവിശേഷമായ ഒരു സസ്യജാലകമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇനി അടുത്ത് അത് പൂക്കുന്നത് 2030 അതാണ് അതിന്റെ പ്രത്യേകതയും. അപ്പൊ ആ രൂപത്തിൽ ഇരവികുളം നാഷണൽ പാർക്ക് വളരെ ഫേമസ് ആണ്. അത് കാണാൻ വേണ്ടി മാത്രം 10,000-കണക്കിന് ആളുകൾ ഈ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് ഇരവികുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് അതാണ് ഇവിടുത്തെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. വളരെയധികം തിരക്കായിരിക്കും ആ സമയത്ത് ഈ ഇരവികുളം നാഷണൽ പാർക്ക്.
നാഷണൽ പാർക്കിനകത്തേക്ക് അവരുടെ ബസ്സിൽ മാത്രമേ പെർമിഷൻ അലൗഡ് ഉള്ളൂ. എൻട്രി പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ കാഴ്ചയാണ്, തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന തേയിലത്തോട്ടങ്ങളും ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലനിരകളും നല്ല കോടമഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെയുള്ള മേഘങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ കാഴ്ചയെ കണ്ട് ഞങ്ങൾ ബസ്സിലിങ്ങനെ യാത്ര തുടർന്നു. ഈ ബസ് നമ്മളവിടെ ആളെ കൊണ്ടിറക്കിയതിന് ശേഷം അവിടെ തിരികെ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ തിരികെ അവിടേക്ക് എത്തിക്കും. അങ്ങനെ ഒരു ബസ്സാണ് നമ്മൾ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ കറങ്ങി തിരിഞ്ഞ് പയ്യെ തിരികെ വരുമ്പോഴത്തേക്കിന് ഈ ബസ് അവിടെ വന്ന് കിടക്കും. നോർമൽ ഡേയ്സിലൊക്കെ അതാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. അങ്ങോട്ടേക്ക് പോകാൻ 1 മണിക്കൂർ കാത്തു നിന്നെങ്കിൽ തിരികെ പോകാൻ വീണ്ടും 1.5 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സ്റ്റേജാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ തിരികെ പോകുന്ന ബസ്സിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങി മെല്ലെ നാഷണൽ പാർക്കിനകത്തേക്കുള്ള നടത്തം ആരംഭിച്ചു. നാഷണൽ പാർക്കിന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു കവാടമുണ്ട്. ആ കവാടം കടന്ന് വേണം അകത്തേക്ക് കയറേണ്ടത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസും അവിടുത്തെ പ്രത്യേകതകളൊക്കെ തന്നെ ഇങ്ങനെ എഴുതി ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഒരു വെൽക്കം ബോർഡാണ് അത്. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആ കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് വരയാടിനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടൊക്കെ തന്നെയായിട്ട് അലഞ്ഞു തിരിയുന്ന രൂപത്തിൽ നമുക്ക് വരയാടുകളെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് വരുന്ന യാത്രക്കാരൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ മെല്ലെ അതിലേക്കൂടെയൊക്കെ നടന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ച, നമ്മൾ നേരത്തെ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട മലനിരകളുടെ കാഴ്ച നമുക്കിങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ വ്യൂ പോയിന്റിലും നമുക്ക് വ്യത്യസ്തമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള പ്രത്യേകത. പിന്നെ ഈ വരയാടുകളെ നമുക്കിങ്ങനെ അടുത്ത് കാണാനും അവയുടെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും വരയാടുകളെ സ്പർശിക്കാനോ തൊടാനോ തലോടാനോ പാടില്ല. കാരണം 2 തരത്തിലാണ്. ഒന്ന്, അതൊരു വന്യജീവിയാണ്. ശരിക്കും ആ രൂപത്തിലാണ് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതും. അപ്പൊ അതിന് വിഘാതം തട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ തൊടാനോ സ്പർശിക്കാനോ പാടില്ല. അതിനെ ഫീഡ് ചെയ്യാനോ പാടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള ആളുകളാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് ഇത്രത്തോളം അടുത്ത് നമുക്ക് ഈ വരയാടുകളെ കാണാൻ സാധിക്കും. അതോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സാധിക്കും അവിടെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച, പാറക്കെട്ടിൽ നിന്നും ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളം അതിങ്ങനെ താഴേക്ക് ഒഴുകുന്നു. അങ്ങനെ ഒഴുകുന്നു എന്ന് മാത്രമല്ല, അതിന്റെ തൊട്ട് മുകളിലായി നമുക്ക് ആ വെള്ളം കുടിക്കത്തക്ക രീതിയിൽ ചെറിയൊരു പൈപ്പിലൂടെ താഴേക്ക് ഒഴുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുപ്പിവെള്ളമൊന്നും കയ്യിൽ കരുതേണ്ടതില്ല. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം നമുക്ക് ആവശ്യത്തിന് കുടിക്കാം. ഒരു കുപ്പി കയ്യിൽ കരുതിയാൽ നമുക്ക് അതിനകത്ത് കുപ്പിക്കകത്ത് പിടിച്ച് നമുക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വെള്ളം ആവശ്യത്തിന് കുടിക്കാം. നല്ല തണുത്ത മിനറൽ വാട്ടറിനേക്കാൾ ശുദ്ധവും രുചിയുമുള്ള വെള്ളവുമായിരുന്നു അത്. ഒരു വരയാട് ഇങ്ങനെ ചാടിപ്പോകുന്ന മനോഹരമായ കാഴ്ച, ഒരു രക്ഷയില്ല. ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ആടിനെ കാണാൻ. ഭംഗി മാത്രമല്ല കേട്ടോ, ഇവയുടെ ഓട്ടവും ഇവയുടെ കയറ്റവും ഒക്കെ തന്നെ, മലയൊക്കെ തന്നെ എത്ര കുത്തനെയുള്ള മലയും എത്ര ചെങ്കുത്തായിട്ടുള്ള മലയും ഇത് വളരെ നിസ്സാരമായിട്ട് നടന്നു കയറും എന്നുള്ളതാണ് ഈ വരയാടിന്റെ പ്രത്യേകത. എല്ലാ വർഷവും ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ഇതിന്റെ പ്രജനന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ആ സമയത്ത് അടച്ചിടലാണ് പതിവ്. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ളത്. ഏതാണ്ട് 1000-ഓളം വർഗത്തിൽപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഔഷധ ഗുണമുള്ള വിവിധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ചുറ്റുവട്ടത്തുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സസ്യവർഗമാണ് നീലക്കുറിഞ്ഞി. ശരിക്കും പറഞ്ഞാൽ ഇനി നീലക്കുറിഞ്ഞി പൂക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2030-ലായിരിക്കും. 2018-ലാണ് അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. ഈ വരയാടുകളെ കണ്ടില്ലേ,
അതിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ തീരെ ഭയമില്ലാത്ത വരയാടുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ടൂറിസ്റ്റുകൾ നിരന്തരം വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു സഹജമായ കാര്യമായിരിക്കും. ശരിക്കും വന്യമായ മനുഷ്യ സാന്നിധ്യം അനുഭവപ്പെടാത്ത വരയാടുകളായിരുന്നു എങ്കിൽ നമ്മളെ കാണുമ്പോഴേ അത് എങ്ങോട്ടെങ്കിലും ഓടി മറയുമായിരുന്നു. ഇവിടെയൊക്കെ തന്നെ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലത്തെ ആ ചെടിയുടെ സസ്യത്തിന്റെ പ്രത്യേകത വിവരിച്ചുകൊണ്ടുള്ള ബോർഡുകൾ നമുക്ക് ഇവിടെ യഥേഷ്ടം കാണാൻ സാധിക്കും. ഓരോ സസ്യത്തിന്റെയും ഓരോ ചെടിയുടെയും അതിന്റെ സവിശേഷ ഗുണങ്ങൾ ആ ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മനോഹരമായ ഒരു കാഴ്ച കണ്ടില്ലേ, ഒന്നും പറയാനില്ല. പച്ചയും നീലയും കലർന്ന ആ അതിമനോഹരമായ രീതിയിൽ ആ മലഞ്ചെരുവ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ S23 അൾട്രയിൽ സൂം ചെയ്തെടുത്ത വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. ആ മനോഹര കാഴ്ചയെ കണ്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഇരവികുളം നാഷണൽ പാർക്കിനകത്ത് തന്നെയുള്ള ചെറിയൊരു ക്ഷേത്രമൊക്കെ കാണാൻ സാധിക്കും. ആ ക്ഷേത്രവും കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് വളരെ ഭംഗിയിൽ ആർച്ച് രൂപത്തിൽ ഇങ്ങനെ നമുക്കൊരു എൻട്രി കാണാൻ സാധിക്കും. അതിനകത്തേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരു സൈഡിലായിട്ട് നല്ല ഭംഗിക്ക് ചെടികളും സസ്യങ്ങളും ഒക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു പാർക്കിനകത്തേക്ക് കടക്കാൻ സാധിക്കും. അതിലൂടെ നടന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനും സാധിക്കും. നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിന്റെ അപ്പുറത്തേക്ക് കടക്കുന്ന സൈഡിൽ വലത്തെ സൈഡിലായിട്ട് നീലക്കുറിഞ്ഞി അടുക്കടുക്കായിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ ചെറിയൊരു പൂന്തോട്ടം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി ചെടി. ഇതിന്റെ ഗാർഡന്റെ പേര് തന്നെ കുറിഞ്ഞി ഗാർഡൻ എന്നാണ്. അപ്പോൾ ഈ കുറിഞ്ഞി ചെടി വളരെ ഭംഗിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് പൂക്കുന്ന സമയത്ത് ഇനി 2030 മനോഹരമായിരിക്കും ആ കാഴ്ച കാണാൻ. ഫുള്ള് പൂക്കൾ ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പൂത്തു നിൽക്കുന്നത് പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. കുറിഞ്ഞി ഗാർഡനൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രവേശനം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പോട്ടിലെത്തും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. റോഡ് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ തന്നെ അവിടെ സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മാത്രം പോകാൻ കഴിയുന്ന റിസർവിന്റെ വനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല. ഞങ്ങൾ ഇവിടുന്ന് തിരികെ പോയിട്ട് വീണ്ടും കാന്തല്ലൂർക്ക് പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ. വാ പോടാ.